ജവാന്മാർക്ക് രാജ്യത്തിന്റെ ആദരം. കൂനൂർ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച മലയാളി സൈനികൻ പ്രദീപ് കുമാറിന്റെ സംസ്കാരം ഇന്ന് നടന്നേക്കും. ഡൽഹിയിൽ നിന്ന് മൃതദേഹം വിട്ടുകിട്ടുന്നത് വൈകിയാൽ സംസ്കാരം ഞായറാഴ്ച നടത്താനാണ് ബന്ധുക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് സുലൂരിൽ എത്തിച്ച ശേഷം റോഡ് മാർഗം പ്രദീപിന്റെ ജന്മനാടായ തൃശൂർ പുത്തൂരിലേക്ക് കൊണ്ടുവരും. പ്രദീപ് പഠിച്ച പുത്തൂർ ഗവൺമെന്റ് സ്കൂളിലും തുടർന്ന് വീട്ടിലും പൊതുദർശനത്തിന് വയ്ക്കും. പിന്നീട് വീട്ടുവളപ്പിൽ സൈനിക ബഹുമതികളോടെ സംസ്കാരം നടക്കും. മകന്റെ വിയോഗമറിയാതെ രോഗക്കിടക്കയിലാണ് ഹെലികോപ്റ്റർ തകർന്ന് മരിച്ച ജൂനിയർ വാറന്റ് ഓഫീസർ പ്രദീപ് കുമാറിന്റെ അച്ഛൻ. കുടുംബത്തിന്റെ അത്താണിയായിരുന്നു പ്രദീപ്. അച്ഛന്റെ ചികിത്സയും മറ്റു ചെലവുകളും വഹിച്ചിരുന്ന മൂത്ത മകന്റെ വിയോഗം കുടുംബത്തെ അനാഥമാക്കി. കൂനൂരിൽ ഹെലികോപ്റ്റർ തകർന്നു മരിച്ച വാറന്റ് ഓഫീസർ പ്രദീപിന്റെ അച്ഛൻ രാധാകൃഷ്ണനാണ് ഇത്. രോഗിയായ ഇദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുന്നത് ഓക്സിജന്റെ സഹായത്തോടെയാണ്. മകന്റെ വിയോഗം ഈ പിതാവിനെ ഇനിയും അറിയിച്ചിട്ടില്ല. അച്ഛന്റെ ചികിത്സയ്ക്കായി കഴിഞ്ഞ ഒരു മാസം പ്രദീപ് പൊന്നൂക്കരയിലുണ്ടായിരുന്നു. ICUവിലായിരുന്ന രാധാകൃഷ്ണനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലാക്കിയ ശേഷം 4 ദിവസം മുമ്പാണ് തിരികെ പോയത്. കൂലിപ്പണിക്കാരായിരുന്നു രാധാകൃഷ്ണനും ഭാര്യ കുമാരിയും. ഏക ആശ്രയമായിരുന്ന മകനെയാണ് ഇവർക്ക് നഷ്ടമായത്. ഇപ്പോഴും മകന്റെ വിയോഗ വാർത്ത അദ്ദേഹം പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ല. അവസ്ഥ നിങ്ങൾ ഇതിലൂടെ കാണുന്നതാണ്. അപ്പോൾ ഇനി നമ്മുടെ എല്ലാവരുടെയും കടമയാണ് അദ്ദേഹത്തിന്റെ പിതാവിനെ ഇനി ഏറ്റെടുക്കേണ്ട കാര്യം. അത് MP വന്നപ്പോൾ ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു. മകന്റെ അകാല വിയോഗം താങ്ങാൻ കഴിയാതെ കണ്ണീരിലാണ് അമ്മ കുമാരിയും. മകന്റെ കടമ നിറവേറ്റിക്കൊണ്ട് താങ്ങും തണലുമായി ഇക്കാലമത്രയും പ്രദീപ് ഇവരുടെ കൂടെയുണ്ടായിരുന്നു. അച്ഛന്റെ ഭാരിച്ച ചികിത്സാ ചെലവും തുടർന്നുള്ള ജീവിതവും ഈ കുടുംബത്തിന് ചോദ്യചിഹ്നമാവുകയാണ്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം സുവി വിശ്വനാഥൻ, News 18 തൃശൂർ. സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത് ഉൾപ്പെടെ 13 പേർ കൊല്ലപ്പെട്ട കുനൂർ ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ച് സംയുക്ത സേനയുടെ അന്വേഷണം തുടരുന്നു. വ്യോമസേന ട്രെയിനിംഗ് കമാൻഡ് മേധാവി എയർ മാർഷൽ മാനവേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഇന്നലെ അന്വേഷണ സംഘം അപകടസ്ഥലം സന്ദർശിച്ച് തെളിവെടുപ്പ് നടത്തി. കുന്നൂർ ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. കാലാവസ്ഥ പ്രതികൂലമായതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും ഇതുറപ്പിക്കാൻ ഡാറ്റ റെക്കോർഡറും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും ഡീകോഡ് ചെയ്യേണ്ടതുണ്ട്. ബംഗളൂരിലെ സൈനിക കേന്ദ്രത്തിൽ ഇത് സംബന്ധിച്ച പരിശോധന ആരംഭിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനായ വ്യോമസേന ട്രെയിനിംഗ് കമാൻഡ് മേധാവി എയർ മാർഷൽ മാനവേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംയുക്ത സേനാ സംഘം ഇന്നലെ അപകടസ്ഥലം സന്ദർശിച്ച് തെളിവെടുപ്പ് നടത്തി. ഇതിനു പുറമെ അപകടത്തിന് തൊട്ടുമുൻപ് വിനോദസഞ്ചാരികൾ ഹെലികോപ്റ്ററിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ കാട്ടേരിയിലെ റെയിൽപാതയ്ക്ക് സമീപവും സംഘമെത്തി പരിശോധന നടത്തി. ഹെലികോപ്റ്റർ മൂടൽമഞ്ഞിൽപ്പെട്ട് നിമിഷങ്ങൾക്കകം പൊട്ടിത്തെറിച്ചതായി വീഡിയോ ചിത്രീകരിച്ച ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു. ഫോട്ടോ എടുത്തിട്ട് இந்த ஹெலிகாப்டர் சவுண்டு கேட்டுச்சு. அப்புறம் என்ன நேரத்தில் ஹெலிகாப்டர் வருது, அந்த சவுண்டு கொஞ்சம் டிஃப்ரெண்ட்டாக இருந்தனால நாங்கள் என்ன பண்ணோம், அது வீடியோ எடுத்தோன்னா அது அப்படியே கிளவுட்ஸ்குள்ளே போய் ஒரு 5 செகண்டில் டம்மால்னு வெடிக்கிற சவுண்டு கேட்டுச்சு. அந்த ஹெலிகாப்டர் வரும்போது பார்த்தீங்கன்னா அதை ஒரு செகண்ட் நல்லா ஹெலிகாப்டர் தெரியுங்க. அடுத்த செகண்ட் அந்த பனி மூட்டத்துக்குள்ளே போன உடனே அடுத்த ஸ்பாட்டில் அந்த மரத்தில் அடித்து கீழே விழுந்துருதுங்க. விழுந்துன்னா நல்ல டமால்னு ஒரு சவுண்டுங்க. സംഭവത്തിൽ അട്ടിമറി സാധ്യത ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. മൂടൽമഞ്ഞുള്ള സമയത്ത് കോയമ്പത്തൂരിലെ സൂലൂരിൽ നിന്നും കുന്നൂരിലെ സൈനിക പരിശീലന കേന്ദ്രത്തിലേക്ക് വ്യോമമാർഗം തിരഞ്ഞെടുത്തതിൽ വീഴ്ചയുണ്ടായോ എന്നും പ്രത്യേക സംഘം അന്വേഷിക്കുന്നുണ്ട്. ഇതിനു പുറമെ തമിഴ്നാട് പോലീസിന്റെ അന്വേഷണവും തുടരുകയാണ്. പ്രസാദ് ഉടുമ്പിശ്ശേരി, News 18 പാലക്കാട്. ചാൻസലർ പദവി ഒഴിയാമെന്ന് സർക്കാരിനെ അറിയിച്ച അസാധാരണ പ്രതിഷേധവുമായി ഗവർണർ. ചാൻസലർ പദവി മുഖ്യമന്ത്രിക്ക് ഏറ്റെടുക്കാമെന്നും സർക്കാരിന്റെ രാഷ്ട്രീയ നിയമനങ്ങൾക്ക് കൂട്ടുനിൽക്കില്ലെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ ഗവർണർ വ്യക്തമാക്കി. കണ്ണൂർ കാലടി സർവകലാശാല VC നിയമനങ്ങളിലെ സർക്കാർ ഇടപെടലിലാണ് ഗവർണർക്ക് പ്രതിഷേധം. ഒരിടവേളയ്ക്ക് ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണ്. ചാൻസലർ പദവി ഒഴിയാൻ തയ്യാറാണെന്ന് ഗവർണർ അറിയിച്ചതോടെ സംസ്ഥാനത്തുണ്ടായത് അസാധാരണ പ്രതിസന്ധി. 8-ാം തീയതിയാണ് ഗവർണർ
ചാൻസലർ പദവിയിൽ നിന്ന് തന്നെ മാറ്റണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. മാറ്റാനുള്ള ഓർഡിനൻസ് സർക്കാരിന് ഇറക്കാമെന്നും അതിൽ ഒപ്പിടാമെന്നുമാണ് ഗവർണർ വ്യക്തമാക്കിയത്. ചാൻസലർ പദവി മുഖ്യമന്ത്രിക്ക് ഏറ്റെടുക്കാമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ തുറന്നടിച്ചു. സർവകലാശാലകളിലെ രാഷ്ട്രീയ അതിപ്രസരത്തെ അതിരൂക്ഷമായാണ് കത്തിൽ വിമർശിച്ചത്. അടുത്തിടെ VC നിയമനങ്ങളിലുണ്ടായ സർക്കാരിന്റെ കൈകടത്തലാണ് ഗവർണറെ പ്രകോപിപ്പിച്ചത്. വിരമിക്കുന്ന ദിവസം തന്നെ കണ്ണൂർ VCയായി ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകിയതാണ് ഒന്ന്. 60 വയസ്സ് കഴിഞ്ഞവരെ നിയമിക്കരുത് എന്ന സർവകലാശാല ചട്ടം മറികടന്നാണ് സർക്കാർ ശുപാർശ ഗവർണർ അംഗീകരിച്ചത്. നിയമനത്തിന് സർക്കാർ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് ഗവർണറുടെ പരാതി. സെർച്ച് കമ്മിറ്റി റദ്ദാക്കിക്കൊണ്ടായിരുന്നു പുനർനിയമനത്തിൽ സർക്കാർ അമിത താൽപര്യം കാണിച്ചത്. അടുത്ത പ്രശ്നം സംസ്കൃത VC നിയമനമാണ്. സെർച്ച് കമ്മിറ്റി യോഗം ചേരാതെ സർക്കാർ മരവിപ്പിച്ചു. 2 മാസത്തിനുള്ളിൽ കമ്മിറ്റി പേരുകൾ നൽകിയില്ലെങ്കിൽ ഗവർണറുമായി ആലോചിച്ച് സർക്കാരിന് VCയെ നിയമിക്കാം. ചട്ടത്തിലെ ഈ പഴുതുപയോഗിച്ച് താൽപര്യമുള്ള ആളുടെ ഒറ്റപ്പേരുമായി സർക്കാർ രാജ്ഭവനെ സമീപിച്ചതോടെയാണ് ഗവർണർ അസാധാരണ നടപടിയിലേക്ക് നീങ്ങിയത്. ധനമന്ത്രിയും ചീഫ് സെക്രട്ടറിയും നേരിട്ട് കണ്ട് ഗവർണറെ വിശ്വാസത്തിലെടുത്ത് മാത്രമേ മുന്നോട്ടു പോകൂ എന്നറിയിച്ചെങ്കിലും നിലപാടിൽ നിന്ന് ഗവർണർ പിന്നോട്ടു പോയിട്ടില്ല. ഇക്കാര്യത്തിൽ സർക്കാരിന്റെയും ഗവർണറുടെയും അടുത്ത നീക്കം നിർണായകമാകും. ന്യൂസ് 18 തിരുവനന്തപുരം. ഐതിഹാസിക സമരവിജയം ആഘോഷിച്ച കർഷകർ. വിജയദിവസം ആഘോഷിച്ച് കർഷകർ ഇന്ന് സ്വന്തം ഗ്രാമങ്ങളിലേക്ക് മടങ്ങും. സമരത്തിനിടെ മരിച്ച കർഷകർക്ക് ഇന്നലെ അതിർത്തികളിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചിരുന്നു. ചരിത്ര സമരത്തിനു മുന്നിൽ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കിയതോടെയാണ് ഡൽഹി അതിർത്തികളിൽ നിന്നും കർഷകർ പ്രക്ഷോഭം അവസാനിപ്പിച്ച് സ്വന്തം ഗ്രാമങ്ങളിലേക്ക് മടങ്ങുന്നത്. സമരത്തിനിടെ മരിച്ച കർഷകർക്ക് ഇന്നലെ അതിർത്തികളിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച കർഷകർ ഇന്ന് വിജയ് ദിവസ് ആഘോഷിക്കും. താങ്ങുവിലയ്ക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിലടക്കം കേന്ദ്രം നൽകിയ ഉറപ്പുകളുടെ പുരോഗതി വിലയിരുത്താൻ അടുത്ത മാസം 15-ന് സംയുക്ത കിസാൻ മോർച്ചയുടെ യോഗം ചേരും. കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ സമരം തുടരുമെന്നും കർഷക സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിർത്തികളിലെ ഉപരോധം കർഷകർ അവസാനിപ്പിച്ചെങ്കിലും ലഖിംപൂർ സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പരിപാടികൾ ഉത്തർപ്രദേശിൽ തുടരും. 2020 സെപ്റ്റംബർ 17-ന് ലോക്സഭയും 20-ന് രാജ്യസഭയും പാസാക്കിയ കാർഷിക നിയമങ്ങൾ അതേ മാസം 26-നായിരുന്നു പ്രാബല്യത്തിൽ വന്നത്. നിയമങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി നവംബർ 26-ന് കർഷകർ ട്രാക്ടറുകളിൽ ഡൽഹി അതിർത്തിയിൽ എത്തിയതോടെയാണ് സമരത്തിന് സംഘടിത സ്വഭാവം കൈവന്നത്. സമരം 1 വർഷം പിന്നിടും മുമ്പ് കേന്ദ്ര സർക്കാരിന് നിയമം പിൻവലിക്കേണ്ടി വന്നു. എന്നാൽ സമരം അവസാനിപ്പിക്കാതിരുന്ന കർഷകർ 6-ന് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. ഈ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പിനെ തുടർന്നാണ് ഉപരോധ സമരം കർഷകർ അവസാനിപ്പിക്കുന്നത്. KP അഭിലാഷ്, ന്യൂസ് 18 ഡൽഹി. പെരിയാക്കൊലക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ള CPM പ്രവർത്തകർക്ക് നേരിട്ട് ഹാജരാക്കാൻ കോടതിയുടെ നോട്ടീസ്. അടുത്ത ബുധനാഴ്ച ഹാജരാകാനാണ് എറണാകുളത്തെ CBI കോടതി പ്രതികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കുഞ്ഞിരാമന് പുറമെ പാക്കം ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തുള്ളി, പനിയാൽ ബാങ്ക് സെക്രട്ടറി KV ഭാസ്കരൻ, ഗോപൻ വെളുത്തുള്ളി, സന്ദീപ് വെളുത്തുള്ളി എന്നിവർ നേരിട്ട് ഹാജരാകാനാണ് ഉത്തരവ്. ഇവരെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ CBI ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. എന്നാൽ അറസ്റ്റ് മുന്നിൽ കണ്ട് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകാൻ CPM ശ്രമം നടത്തുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത 14 പേരും CBI അറസ്റ്റ് ചെയ്ത 5 പേരും ഉൾപ്പെടെ മുഴുവൻ പ്രതികളും അതേ ദിവസം തന്നെ കോടതിയിൽ ഹാജരാകണം. സമ്മേളനകാലം. CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച ഇന്ന് നടക്കും. മതനിരപേക്ഷത നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിലുള്ള സെമിനാർ A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. പാർട്ടിയിൽ അച്ചടക്ക ലംഘനം വച്ചുപൊറുപ്പിക്കാനാവില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് പ്രവർത്തന റിപ്പോർട്ട്. തളിപ്പറമ്പിലും കണ്ണൂർ ടൗൺ വെസ്റ്റ് ലോക്കലിലും ഉടലെടുത്ത വിഭാഗീയതയെ ഗൗരവമായാണ് പാർട്ടി കാണുന്നത്. CPM പുറത്താക്കിയവരെ CPI സ്വീകരിച്ചത് പൊതുചർച്ചയിൽ പ്രധാന വിഷയമായി ഉയരും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ കോർപ്പറേഷൻ, കടമ്പൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നേരിട്ട തിരിച്ചടി വിശദമായി പരിശോധിക്കും. ചില നഗരപ്രദേശങ്ങളിൽ പാർട്ടിക്ക് വേണ്ടത്ര മുന്നേറ്റം ഉണ്ടായിട്ടില്ല. അവിടെ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം എന്നും സമ്മേളന റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പോലീസ് സംവിധാനത്തിലുണ്ടായ പാകപ്പിഴകൾ സർക്കാരിന്റെ നയമായി വിലയിരുത്തേണ്ട എന്നാണ് പൊതുനിലപാട്. പേരാവൂർ ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ചിട്ടിത്തട്ടിപ്പും മറ്റ് സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള പരാതികളും പൊതുചർച്ചയിൽ വിഷയങ്ങളാകും. കണ്ണൂർ ജില്ലയിൽ പൊതുവെ CPM കാര്യമായ മുന്നേറ്റം നടത്തി എന്ന് പ്രതിപാദിക്കുന്ന റിപ്പോർട്ട് ഇരിക്കൂർ
പേരാവൂർ മണ്ഡലങ്ങളിലേക്ക് പ്രത്യേക കർമ്മ പദ്ധതി ആവിഷ്കരിക്കണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട്. വികസന വിരുദ്ധരെ ഒറ്റപ്പെടുത്തണമെന്ന പ്രമേയം കഴിഞ്ഞ ദിവസം പാസാക്കിയ സമ്മേളനം സർക്കാർ പദ്ധതികൾക്കൊപ്പം ജനങ്ങളെ അണിനിരത്താനുള്ള മാർഗങ്ങളും പൊതുചർച്ചയിൽ ആരായും. ന്യൂസ് 18 കണ്ണൂർ. സിറോ മലബാർ സഭ കുർബാന ഏകീകരണത്തിൽ വത്തിക്കാൻ നിർദ്ദേശം മറികടക്കാൻ പുതിയ നീക്കവുമായി എറണാകുളം അങ്കമാലി അതിരൂപത. ഒരു രൂപതയ്ക്ക് മുഴുവനായി ഇളവ് നൽകാനാകില്ലെന്നാണ് വത്തിക്കാന്റെ നിർദ്ദേശം. ഇതിന് പകരം ഇടവക അടിസ്ഥാനത്തിൽ ഒഴിവ് ചോദിക്കാനാണ് ആലോചന. കുർബാന ഏകീകരണ തീരുമാനം ഒരു കാരണവശാലും നടപ്പാക്കില്ലെന്ന പിടിവാശിയിലാണ് എറണാകുളം അങ്കമാലി അതിരൂപത. അതുകൊണ്ട് തന്നെ സിനഡ് നിർദ്ദേശങ്ങൾ ഒഴിവാക്കുന്നതിൽ രൂപതയ്ക്കാകെ ഒഴിവ് നൽകാനാവില്ലെന്ന വത്തിക്കാൻ നിർദ്ദേശം മറികടക്കാനുള്ള വഴികൾ അന്വേഷിക്കുകയാണ് അതിരൂപത. വത്തിക്കാൻ നിർദ്ദേശം മറികടക്കുന്നതിനായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 330 ഇടവകകൾക്കും ഇടവക ക്രമത്തിൽ സിനഡിനോട് ഒഴിവ് ചോദിക്കാൻ കഴിയും. ഇത്തരത്തിൽ ഒഴിവ് തേടിയാൽ കാനോനിക നിയമം 1538 വകുപ്പ് അനുസരിച്ച് റദ്ദാക്കാനോ പരിമിതപ്പെടുത്താനോ വത്തിക്കാനിലെ പൗരസ്ത്യ കാര്യാലയത്തിനാകില്ലെന്നാണ് അതിരൂപതയുടെ പ്രതീക്ഷ. ഇതോടൊപ്പം ഇടവകകളിലെ പാരിഷ് കൗൺസിലും പൊതുയോഗവും ചേർന്ന് വത്തിക്കാന് വീണ്ടും നിർദ്ദേശങ്ങൾ നൽകാനും നീക്കം നടക്കുന്നുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയെ കൂടാതെ ഡൽഹിയിലെ ഫരീദാബാദ് രൂപതയിലും ഇരിങ്ങാലക്കുട രൂപതയിലും ബിഷപ്പുമാർ ഏകീകൃത കുർബാനയ്ക്ക് ഒഴിവ് നൽകിയിരുന്നു. എന്നാൽ ഇവിടെയും പിന്നീട് ഏകീകൃത കുർബാനയർപ്പണം നടന്നു. ന്യൂസ് 18 കൊച്ചി. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതിയായ മഞ്ചേശ്വരം കോഴക്കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ തീരുമാനം. കേസിൽ കുറ്റപത്രം തയ്യാറാക്കുന്ന നടപടികൾ അന്തിമഘട്ടത്തിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തെ BSP സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദരയുടെ പത്രിക പിൻവലിക്കാൻ കോഴ നൽകിയെന്ന കേസിലാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ആവശ്യപ്രകാരമാണ് തീരുമാനം. കേസിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞു. സുരേന്ദ്രനെതിരെ കൂടുതൽ ഗുരുതരമായ വകുപ്പുകൾ കൂടി ചുമത്തുന്നതിൽ നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടക്കുന്നുണ്ട്. വിദഗ്ധോപദേശം ലഭിച്ചു കഴിഞ്ഞാലുടൻ കാസർഗോഡ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കും. കേസ് നടത്തിപ്പിൽ പാളിച്ചകൾ ഉണ്ടാകാതിരിക്കാനാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണമെന്ന ആവശ്യം പോലീസിൽ നിന്നു തന്നെ ഉയർന്നത്. ജനപ്രാതിനിധ്യ നിയമത്തിലെ 171B, 171E വകുപ്പുകളാണ് നിലവിൽ സുരേന്ദ്രനെതിരെ ഉള്ളത്. കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള മുതിർന്ന BJP നേതാക്കൾ ഉൾപ്പെടെയുള്ള മറ്റ് 6 പേർക്കെതിരെ അന്യായമായി തടങ്കലിൽ വയ്ക്കൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട്. മഞ്ചേശ്വരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന VV രമേശൻ നൽകിയ പരാതിയിൽ കഴിഞ്ഞ ജൂൺ 7-നാണ് കാസർഗോഡ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സുരേന്ദ്രനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ന്യൂസ് 18 കാസർഗോഡ്. ശബരിമലയിൽ തീർത്ഥാടന കാലം. ശബരിമലയിലെ തീർത്ഥാടന നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ. തീർത്ഥാടകർക്ക് സന്നിധാനത്ത് രാത്രി തങ്ങാൻ അനുമതി നൽകി. 500 മുറികൾ ഇതിനായി സജ്ജീകരിച്ചു. പമ്പാ സ്നാനവും ബലിതർപ്പണവും നടത്താം. പമ്പയിൽ നിന്ന് നീലിമല അപ്പാച്ചിമേട് മരക്കൂട്ടം വഴിയുള്ള പരമ്പരാഗത പാത തുറക്കാനും അനുമതിയായി. നീലിമലയിലും അപ്പാച്ചിമേട്ടിലും പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങൾ സജ്ജമാക്കി. മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയുമായി നടന്ന ചർച്ചയിലാണ് തീരുമാനം. അതേസമയം ദേവസ്വം ബോർഡ് മുന്നോട്ട് വെച്ച മറ്റ് ആവശ്യങ്ങളായ നെയ്യഭിഷേകത്തിലും ഭക്തരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല. ശബരിമലയിലേക്ക് ഗുരുസ്വാമിമാർ എത്തിക്കുന്ന തെങ്ങിൻ തൈകൾ സംരക്ഷിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഭസ്മക്കുളത്തിന് സമീപമാണ് ഗുരുസ്വാമിമാർ തെങ്ങിൻ തൈകൾ നടുന്നത്. എന്നാൽ പിന്നീടിത് പിഴുതുമാറ്റുന്നതാണ് പതിവ്. തീർത്ഥാടന കാലത്തെ പ്രധാന കാഴ്ചകളിലൊന്നാണ് തെങ്ങിൻ തൈകളുമായി എത്തുന്ന തീർത്ഥാടകർ. 18-ാം വട്ടവും മല ചവിട്ടി ഗുരുസ്വാമിമാരാകുന്നവരാണ് തെങ്ങിൻ തൈകളുമായി എത്തുന്നത്. ദർശനത്തിന് ശേഷമാണ് ഭസ്മക്കുളത്തിന് സമീപം തെങ്ങ് നടുന്നത്. ഇത്രയും കാലം നട്ട തൈകളെല്ലാം പല ഘട്ടങ്ങളിലായി പിഴുതുമാറ്റപ്പെട്ടു. മുൻപ് തൈകൾ പന്നികൾ നശിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ ദേവസ്വം ബോർഡ് അത് ലേലം ചെയ്യും. ഭക്തരെത്തി തെങ്ങ് നടുന്നതിന് പിന്നാലെ ലേലമെടുത്തവർ തൈ പിഴുതുമാറ്റും. ഇതര സംസ്ഥാനങ്ങളിലെ തീർത്ഥാടകരാണ് കൂടുതലും തെങ്ങിൻ തൈകളുമായി എത്തുന്നത്. നമ്മളിന്ന് നട്ട് കഴിഞ്ഞാൽ നാളെ മറ്റന്നാളെ വന്നാൽ പിന്നെ ആ സാധനം അവിടെ ഉണ്ടാവില്ല. അതിൽ പറിച്ച് മാറ്റുന്നുണ്ട്. തൈ വെക്കുന്ന അത്രയും നോർമൽ കാര്യങ്ങളായിട്ട് അത്രയും ആചാരപ്രകാരം വന്ന് തൈ വെക്കുന്ന സ്ഥലം തന്നെ കണ്ടാലറിയാം. എന്നാൽ ചളിയൊക്കെ കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത് സംരക്ഷിക്കാനുള്ള നടപടി ഇതുവരെ ആരും ചെയ്തില്ല. പല സമയത്ത് പല സ്ഥലത്തായിരുന്നു ഇത്. തെങ്ങ് നടുന്ന സ്ഥലം വൃത്തിയാക്കി സൂക്ഷിക്കാൻ പോലും ദേവസ്വം ബോർഡോ കരാറുകാരോ തയ്യാറായിട്ടില്ല. ഭക്തരെത്തിക്കുന്ന തെങ്ങിൻ തൈകൾ നട്ട് സംരക്ഷിക്കണമെന്ന് കാലങ്ങളായി ആവശ്യമുയരുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ നടപടിയുണ്ടായിട്ടില്ല.
ന്യൂസ് 18 സന്നിധാനം. അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസിനെ സ്ഥലം മാറ്റി. ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതികരണത്തിന് പിന്നാലെയാണ് നടപടി. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്കാണ് പ്രഭുദാസിനെ മാറ്റിയത്. പട്ടാമ്പി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ കോട്ടത്തറ ആശുപത്രി സൂപ്രണ്ടാക്കും. ഷാഹിദ കമാലിന് പിന്തുണയുമായി ജസ്റ്റിസ് കമാൽ പാഷ. സ്ത്രീ ആയതിനാലാണ് വനിതാ കമ്മീഷൻ അംഗമായ ഷാഹിദ കമാൽ നിരന്തരം തേജോവധം ചെയ്യപ്പെടുന്നത്. നോക്കുകുത്തിയായ വനിതാ കമ്മീഷനിൽ വേറിട്ട പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ് ഷാഹിദ കമാലെന്നും കൊല്ലത്ത് കമാൽ പാഷ പറഞ്ഞു. സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവരെ വകവെക്കാതിരിക്കുന്ന പുരുഷന്മാരെ നമ്മൾ ഒരുപാട് പേരെ കാണാം. പിന്നെ ഷാഹിദ കമാൽ എടുത്തിട്ട് അലക്കുകയല്ലേ ഈ ചർച്ചകളിലൊക്കെ. എന്താ അവർ ചെയ്തതെന്ന് ചോദിച്ചാൽ അവരൊന്നും ചെയ്തിട്ടില്ല. അവർ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോയി, അതാണ് കാര്യം. കരഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ അവരെ സമീപിച്ചാൽ അവർ പോയി ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൽ പെട്ടെന്ന് തന്നെ അത് ഇടപെടും. അതാണ് ഷാഹിദ കമാലിന്റെ പ്രശ്നം. അത് ഷാഹിദ കമാൽ സ്ത്രീ ആയിപ്പോയതുകൊണ്ട് കാര്യം തീർന്നോടെ. ഒരു പുരുഷനായിരുന്നെങ്കിലോ അവരെ കൊട്ടിഘോഷിച്ച് ഇന്നിപ്പോ അവന് പത്മശ്രീ അവാർഡ് വരെ കൊടുത്തു, ഒരു പ്രശ്നമില്ല. നേരെ മറിച്ച് ഷാഹിദ കമാൽ ആയിപ്പോയി എന്നുള്ള കാരണം കൊണ്ട് ഷാഹിദ കമാലിന്റെ ഡിഗ്രിയെ കുറിച്ച് അന്വേഷിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഒരു ഡിഗ്രി ഇല്ലെന്നിരിക്കട്ടെ, 1ാം ക്ലാസ് വരെ പഠിച്ചോളൂ. നല്ല കാര്യം ചെയ്യുന്ന ഒരാള് അയാൾ നല്ല കാര്യം ചെയ്താൽ അതിന് അയാളെ നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണ്ടേ? അതല്ലേ ചെയ്യേണ്ടത്. ആ വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന നോക്കുകുത്തിയായിരിക്കുന്ന ഒരു സ്ഥാപനം ജനങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുള്ള ഷാഹിദ കമാൽ വഴിയെ ഞാൻ കണ്ടിട്ടുണ്ട്. കൊല്ലത്ത് വീണ്ടും ശക്തമായ നടപടിയുമായി റവന്യൂ വകുപ്പ്. ഹാരിസൺ മലയാളം പ്ലാന്റേഷൻസ് രേഖകളില്ലാതെ കൈവശം വെച്ചിരുന്ന 4 ഏക്കർ ഭൂമി റവന്യൂ വകുപ്പ് ഏറ്റെടുത്തു. നഗരമധ്യത്തിൽ കോടികൾ വിലമതിക്കുന്ന ഭൂമിയാണ് സർക്കാരിലേക്ക് മുതൽക്കൂട്ടിയത്. നേരത്തെ പാട്ടവ്യവസ്ഥ ലംഘിച്ചതിന് YMCA കെട്ടിടവും ഭൂമിയും ഏറ്റെടുത്തിരുന്നു. കൊല്ലം വെസ്റ്റ് വില്ലേജ് ഓഫീസ് ബ്ലോക്ക് നമ്പർ 189 ഉൾപ്പെട്ട 4 ഏക്കർ 4 സെന്റ് ഭൂമിയാണ് റവന്യൂ വകുപ്പ് ഏറ്റെടുത്തത്. മുൻപ് ബ്രിട്ടീഷ് പൗരന്മാരുടെ ഉടമസ്ഥതയിലായിരുന്നു വസ്തു. പിന്നീട് ഇവർ രാജ്യം വിട്ടതോടെ ഹാരിസൺ മലയാളം ഭൂമി കൈവശപ്പെടുത്തി. രേഖകളില്ലാതെയായിരുന്നു കമ്പനി നടപടിയെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ദീർഘകാലം കരമടയ്ക്കുകയും ചെയ്തില്ല. ഏറ്റെടുക്കലിനെ കുറിച്ച് മാധ്യമങ്ങളിലൂടെ അറിയിച്ചെങ്കിലും ഉടമസ്ഥാവകാശം ഉന്നയിച്ച് ആരും എത്തിയിരുന്നില്ല. ഭൂരേഖ തഹസിൽദാർ ശശിധരൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ഏറ്റെടുക്കൽ നടപടി പൂർത്തിയാക്കി നോട്ടീസ് പതിച്ചു. ആക്ട് 1964 പ്രകാരം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ പബ്ലിസിറ്റി ചെയ്യുക. അതിനുശേഷം ആരും തന്നെ ഈ സ്ഥലത്തിന് അവകാശവാദം ഉന്നയിക്കാഞ്ഞതുകൊണ്ട് ഏറ്റെടുത്ത് ഉത്തരവായി അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമി ഇപ്പം ഏറ്റെടുത്തിട്ടുള്ളത്. നാശോന്മുഖമായ കെട്ടിടം ഉൾപ്പെടുന്ന ഭൂമിയിലെ കാവൽക്കാരന് മാസം തോറും ശമ്പളം ലഭിച്ചിരുന്നെങ്കിലും തുക നൽകുന്നത് ആരാണെന്നതിൽ അദ്ദേഹത്തിനും വ്യക്തതയില്ല. ജില്ലാ ജയിലിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം കൈമാറാനാണ് റവന്യൂ വകുപ്പ് തീരുമാനം. ഈ വർഷമാദ്യം ഈസ്റ്റ് വില്ലേജിൽ YMCA കെട്ടിടവും ഭൂമിയും റവന്യൂ വകുപ്പ് ഏറ്റെടുത്തിരുന്നു. 6 കോടി രൂപ പാട്ടക്കുടിശ്ശിക വരുത്തിയതിന് പിന്നാലെയായിരുന്നു അന്നത്തെ നടപടി. ന്യൂസ് 18 കൊല്ലം. നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിലെ കണ്ണംകുണ്ട് മാതൃക ട്രൈബൽ വില്ലേജിലെ 25 വീടുകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ ആദ്യഗഡു ഫണ്ട് അനുവദിച്ചു സർക്കാർ. വീടുകളുടെ നിർമ്മാണം മാർച്ച് 31 മുൻപ് പൂർത്തിയാക്കുമെന്ന് നിലമ്പൂർ ITDP പ്രോജക്ട് ഓഫീസർ P. ശ്രീകുമാർ പറഞ്ഞു. ഏറെക്കാലത്തെ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും അവസാനം കണ്ണംകുണ്ടിലെ വീട് നിർമ്മാണത്തിന് വേണ്ട പ്രാരംഭ നടപടികൾ സർക്കാർ ആരംഭിച്ചു. ഒരു വീടിന് 6 ലക്ഷം രൂപ പ്രകാരം 25 വീടുകൾക്ക് 1.5 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. വീടുകളുടെ നിർമ്മാണ പുരോഗതി അനുസരിച്ച് പണം ഗഡുക്കളായി നൽകും. ആദ്യ ഗഡുവായ 90,000 രൂപ ഉടൻ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകും. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഏകദേശം മാർച്ച് 31 മുമ്പേ പൂർത്തിയാക്കി കഴിയുമെന്നാണ് പ്രതീക്ഷ. യാതൊരുവിധ സാമ്പത്തിക പ്രശ്നമില്ല. TRDF ഫണ്ടാണ്. നമ്മൾ പദ്ധതി പൂർത്തീകരിക്കുന്ന അടിസ്ഥാനത്തിൽ സ്റ്റേജ് കണക്കാക്കി ഫണ്ട് കിട്ടാൻ നിലവിൽ തടസ്സമൊന്നുമില്ല. 2018 പ്രളയത്തിൽ വീടുകൾ നഷ്ടമായ മതിൽമൂല, പ്ലാക്കൽച്ചോല, വയലാശ്ശേരി കോളനികളിലെ 34 കുടുംബങ്ങൾക്കാണ് ചാലിയാർ പഞ്ചായത്തിലെ അകമ്പാടം കണ്ണംകുണ്ടിൽ വീടുകൾ നിർമ്മിക്കുന്നത്. 2019 ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന് 34 വീടുകൾ നിർമ്മാണ കരാർ നൽകിയെങ്കിലും 9 വീടുകൾ മാത്രമാണ് ഗുണഭോക്താക്കൾക്ക് കൈമാറിയത്. നിർമ്മാണത്തിൽ അശാസ്ത്രീയത ആരോപിച്ച് 25 കുടുംബങ്ങൾ നിർമ്മിതിയുടെ നിർമ്മാണം തടയുകയായിരുന്നു. ഇക്കാര്യങ്ങൾ ന്യൂസ് 18 അടക്കമുള്ള മാധ്യമങ്ങൾ പലവട്ടം റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ സർക്കാർ നടപടികൾ. ന്യൂസ് 18 മലപ്പുറം. കോവിഡ് മൂലമുണ്ടായ പ്രതിസന്ധി സംസ്ഥാനത്ത് ഏറ്റവും രൂക്ഷമായി ബാധിച്ച മേഖലകളിലൊന്നാണ് പ്രിന്റിംഗ് വ്യവസായം. നീണ്ട നാളത്തെ അടച്ചിടൽ മൂലം ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ച ഉപകരണങ്ങൾ കേട് സംഭവിച്ചതുമൂലം നിരവധി പേരാണ് കടക്കണിയിലായിരിക്കുന്നത്.
പ്രിന്റിംഗ് വ്യവസായം വീണ്ടും സജീവമാക്കാൻ തുടങ്ങിയെങ്കിലും സർക്കാരിന്റെ അശാസ്ത്രീയമായ നിയന്ത്രണങ്ങൾ കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്നാണ് മേഖലയിലുള്ളവർ പരാതിപ്പെടുന്നത്. തിരുവനന്തപുരം പാപ്പനംകോട് സ്വദേശി ഉണ്ണികൃഷ്ണൻ നായർ കഴിഞ്ഞ ദിവസമാണ് പ്രിന്റിംഗ് സ്ഥാപനത്തിനുള്ളിൽ തൂങ്ങി മരിച്ചത്. വിദേശത്തു നിന്നും മടങ്ങിയെത്തി ലക്ഷങ്ങൾ ചെലവഴിച്ച് പ്രിന്റിംഗ് യൂണിറ്റ് സ്ഥാപിച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ കോവിഡ് മൂലം സ്ഥാപനം അടച്ചിടേണ്ടി വന്നു. നിയന്ത്രണങ്ങൾ നീങ്ങി തുറന്നു പ്രവർത്തനം ആരംഭിച്ചപ്പോഴേക്കും യന്ത്രങ്ങൾ തകരാറിലായി. കടക്കണിയിൽ മനം നൊന്തായിരുന്നു ആത്മഹത്യ. സമാന പ്രതിസന്ധി നേരിടുന്നവർ നിരവധിയുണ്ടെന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. ആദ്യ ലോക്ക്ഡൌൺ നാളുകളിൽ സ്ഥാപനം നീണ്ട കാലത്തേക്ക് അടച്ചിടേണ്ടി വന്നതാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്ഥാപിച്ച പ്രിന്ററുകൾ തകരാറിലാവാൻ കാരണം. മെഷീൻ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ, കാരണം ഇതിന്റെ ഹെഡെല്ലാം ഒരുപാട് കോസ്റ്റുകളാണ്. കാരണം 1.5 ലക്ഷം രൂപ മുതൽ 3-3.5 ലക്ഷം രൂപ വരെ വില വരുന്ന 4-8 ഹെഡുകളുള്ള മെഷീൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ക്ലീൻ ചെയ്യാൻ കഴിയാത്തത് മൂലം ആദ്യത്തെ കോവിഡ് കാലഘട്ടത്തിലെ ലോക്ക്ഡൌൺ കഴിഞ്ഞതോടെ തന്നെ മിക്കവാറും എല്ലാവർക്കും ഹെഡ് മാറേണ്ട ഒരു ഗതികേട് വന്നു. വീണ്ടും ഒരുവിധം പച്ചപിടിച്ചെന്ന് പറഞ്ഞാൽ നഷ്ടങ്ങൾ നികത്തി വന്ന സമയത്താണ് വീണ്ടും അടുത്ത ലോക്ക്ഡൌൺ വരുന്നത്. അത് പലർക്കും താങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഒരുവിധം ഒരു 30% മുതൽ 40% ആൾക്കാർ പൂർണ്ണമായിട്ടും നശിച്ചു പോയിട്ടുണ്ട്. കാരണം അവർ ഇപ്പോൾ യൂണിറ്റുകൾ തുറക്കുന്നത് പോലുമില്ല. നിയന്ത്രണങ്ങൾ നീങ്ങി പ്രിന്റിംഗ് വ്യവസായം ചലിച്ചു തുടങ്ങുന്ന ഘട്ടത്തിൽ വില്ലനായി എത്തുന്നത് സർക്കാരിന്റെ നയങ്ങളാണ്. അശാസ്ത്രീയമായ നിയന്ത്രണങ്ങൾ വ്യവസായത്തിന്റെ നട്ടെല്ലൊടിക്കുന്നുവെന്നാണ് പരാതി. ഒരു സംസ്ഥാനം വ്യവസായ സൗഹൃദമാകുമ്പോൾ ആ വ്യവസായങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയത്തുള്ളൂ. സംസ്ഥാനത്തൊട്ടാകെ ഏകദേശം 1500ഓളം ഫ്ലക്സ് പ്രിന്റിംഗ് യൂണിറ്റുകളാണ് നിലവിലുള്ളത്. 4 ലക്ഷത്തോളം പേർ ആശ്രയിച്ച് ജീവിക്കുന്ന മേഖലയ്ക്ക് സർക്കാരിന്റെ പുതിയ നയങ്ങൾ വെല്ലുവിളിയാകുന്നുവെന്ന് ഇവർ പരാതിപ്പെടുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പുതിയ സാങ്കേതിക വിദ്യയിലൂടെ വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ തീരുമാനിച്ച കോട്ടയം KSRTC സ്റ്റാൻഡിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. നവംബറിൽ പൂർത്തിയാകുമെന്ന് ഗതാഗത മന്ത്രി പ്രഖ്യാപിച്ച നിർമ്മാണമാണ് ആരംഭഘട്ടത്തിൽ നിൽക്കുന്നത്. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടാണ് നിർമ്മാണം വൈകുന്നത് എന്നാണ് വിശദീകരണം. സംസ്ഥാനത്താദ്യമായി പ്രീ ഫാബ്രിക്കേറ്റഡ് രീതിയിൽ വേഗത്തിൽ നിർമ്മാണം നടത്തുമെന്ന പ്രഖ്യാപനവുമായാണ് കോട്ടയം KSRTC സ്റ്റാൻഡിന്റെ നവീകരണം ആരംഭിച്ചത്. 1 മാസത്തിനുള്ളിൽ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാകുമെന്നായിരുന്നു ഗതാഗത മന്ത്രി കോട്ടയത്തെത്തി പ്രഖ്യാപിച്ചത്. നവംബറിൽ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാകുമെന്ന് പറഞ്ഞെങ്കിലും കാര്യങ്ങൾ എവിടെയും എത്തിയില്ല. നിർമ്മാണം വൈകുന്നതിനെക്കുറിച്ച് ഗതാഗത മന്ത്രി ഇപ്പോൾ പറയുന്നത് ഇങ്ങനെ: നിർമ്മാണം നടക്കുന്നുണ്ട്, ഒരു പുരോഗതിയില്ലെന്ന് പറയാൻ കഴിയില്ല. നമ്മൾ ഉദ്ദേശിച്ചതുപോലെയുള്ള സമയബന്ധിതമായി തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അതിന് തടസ്സമായി വന്ന പലപ്പോഴും ഈ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഈ കാലാവസ്ഥാ വ്യതിയാനമാണ് നമ്മൾ ഉദ്ദേശിച്ചതുപോലുള്ളൊരു പുരോഗതി ഉണ്ടാകാൻ കഴിയാതെ പോയത്. അതുമായി അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് അതുമായി തട്ടിക്കഴിക്കുമ്പോൾ നമുക്ക് സമയബന്ധിതമായി തന്നെ അത് പൂർത്തിയാക്കി പുതിയത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. ദേശീയ ഗെയിംസിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ഗെയിംസ് വില്ലേജ് ഒരുക്കിയ നിർമ്മാണ രീതിയിലാണ് KSRTC സ്റ്റാൻഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. 6000 സ്ക്വയർ ഫീറ്റുള്ള ആദ്യ കെട്ടിടത്തിന്റെ നിർമ്മാണമാണ് ഇപ്പോഴും നടക്കുന്നത്. ഫണ്ട് അടക്കമുള്ള കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അധികൃതർ വിവരം നൽകുമ്പോഴും ഗതാഗത മന്ത്രി ഇത് തള്ളിക്കളയുന്നു. ഫണ്ടിന് പ്രശ്നമില്ല. ആദ്യഘട്ടം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ നിലവിലെ കെട്ടിടങ്ങൾ പൊളിച്ച് 2ാം ഘട്ട നിർമ്മാണം ആരംഭിക്കുകയുള്ളൂ. നിർമ്മാണം വൈകിയതോടെ സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരും വലിയ ദുരിതത്തിലാണ്. ന്യൂസ് 18 കോട്ടയം. കേരള വുമൺ ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ദേശീയ ലീഗ് ചാമ്പ്യന്മാരായ ഗോകുലം കേരള FCയും കേരള യുണൈറ്റഡ് FCയും തമ്മിലാണ് ഉദ്ഘാടന മത്സരം. ടൂർണമെന്റിന്റെ പ്രചാരണാർത്ഥം സെലിബ്രിറ്റി ഫുട്ബോൾ മത്സരം കൊച്ചിയിൽ നടന്നു. കേരള ഫുട്ബോൾ അസോസിയേഷനും സ്കൈലൈൻ സ്പോർട്സും ചേർന്നാണ് കേരള വുമൺസ് ഫുട്ബോൾ ലീഗ് സംഘടിപ്പിക്കുന്നത്. 6 ടീമുകളാണ് ടൂർണമെന്റിൽ ഏറ്റുമുട്ടുക. തൃശൂർ കോർപ്പറേഷന്റെ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക. 30 മത്സരങ്ങളാണ് ടൂർണമെന്റിലുള്ളത്. ജനുവരി 24-നാണ് ഫൈനൽ മത്സരം. ടൂർണമെന്റിലെ വിജയികൾ ഫുട്ബോൾ ഫെഡറേഷന്റെ ഇന്ത്യൻ വുമൺസ് ലീഗിലേക്ക് യോഗ്യത നേടും. കേരള വുമൺസ് ഫുട്ബോൾ ലീഗിന്റെ പ്രചാരണാർത്ഥം ചലച്ചിത്ര നടി റിമ കല്ലിങ്കൽ, മാളവിക ജയറാം എന്നിവരെ പങ്കെടുപ്പിച്ച് കൊച്ചിയിൽ സെലിബ്രിറ്റി ഫുട്ബോൾ മത്സരം നടത്തി. മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് റിമ കല്ലിങ്കലിന്റെ ടീം വിജയിച്ചത്. ഇപ്പോൾ കേരളത്തിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോംസിനെ കുറിച്ച് സംസാരിക്കുന്നു. പെൺകുട്ടികൾ കുറച്ചും കൂടി ഫ്രീ ആയിട്ടും അവരുടെ ബോഡീനെ കുറിച്ചൊന്നും വറീഡ് അല്ലാതെ മുന്നോട്ട് വന്ന് ഫ്രീ ആയിട്ടും ജീവിക്കേണ്ട ഒരു സമയമാണെന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നൊരു കാലത്ത് വുമൻസ് ഫുട്ബോൾ തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളത് ഭയങ്കര അത് തന്നെ ഒരു അച്ചീവ്മെന്റ്. അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ കോയിൻസിഡൻസ് ആയിട്ട് തോന്നുന്നു.
ന്യൂസ് 18 കൊച്ചി. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മോർണിംഗ് ന്യൂസ് പൂർത്തിയാകുന്നു. നമസ്കാരം.